ഹലോ. ആ ചേട്ടായി, ഞാൻ മൂവാറ്റുപുഴ എത്തി. ഞാൻ ഇവിടുന്ന് ബസ് കയറാൻ പോവാ. കുറച്ച് കഴിയുമ്പോൾ അക്കരെ എത്തും. ആ, ഞാൻ അക്കരയ്ക്ക് എത്തിയേക്കാം. വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. പിന്നെ പുതിയ പാലം കാണാമല്ലോ എന്ന് ഓർത്ത് ഇറങ്ങി നടന്നു. നീ വിളിച്ചപ്പോൾ ഞാൻ കാപ്പിക്കുരു പറക്കുമായിരുന്നു. പിന്നെ അത് എടുത്ത് വെച്ചിട്ടാ പോന്നേ. അല്ല, പുതിയ പാലം എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത്രയും വലിയ പാലം ഇവിടെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പം കടത്തൊന്നും കാണില്ലല്ലോ. ഓ, പാലം വന്ന പിന്നെ കടത്തൊക്കെ നിന്നു. അപ്പം മത്തായിച്ചനോ? പുള്ളി ഇപ്പം കൃഷിയും പരിപാടിയൊക്കെ കണക്ക്. നീ ക്രിസ്മസിന് കാണല്ലേ? സംശയ, ഒന്നും തീരുമാനിച്ചിട്ടില്ല. കുറേ കാലം കൂടി വരുമല്ലേ, പറ്റുമോ നോക്ക്. അല്ല, ഇനി എന്താ നിൻ്റെ പരിപാടി? കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ പയ്യെ പറയാം. ചേട്ടായൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോൾ എന്നാ പറയാനാ? നീ ആദ്യം പൈസ എന്നത്തിനാന്ന് പറ, എന്നിട്ട് പറയാം തരാൻ പറ്റുമല്ലോ എന്ന്. പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, കുറച്ച് പരിപാടികളുണ്ട്. എന്ത് പരിപാടി? എൻ്റെ കൂടെ മൈസൂരുണ്ടായിരുന്ന ആൻ്റണിയും ഞാനും കൂടെ കൃഷി ചെയ്താലോ എന്ന് കരുതുക. കൃഷി ചെയ്യാനാണ് നിനക്ക് ഇവിടെ അല്ലാതെ നിന്നാൽ പോരെ. നമുക്കിവിടെ ഇത്രയും സ്ഥലമുണ്ട്. എന്തായാലും ഇതിൻ്റെ പോയി നിനക്കുള്ളതാണ്. അതിന് ഇതും കൊണ്ട് തന്നെ കിട്ടാനാ? ഞാൻ പറയുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതെന്നാ പരിപാടിയാ? അത് ഈ കൂട്ടുകൃഷിയാ. കൂട്ടുകൃഷിയോ? നീ എന്നെ വർത്താനാണേ പറയുന്നേ? ഒറ്റ വീക്ക് വെച്ച് വന്നോണ്ടല്ലോ. കൂട്ടുകൃഷി ഒന്നുമില്ല. നിനക്ക് നമ്മുടെ അപ്പൻ്റെ കാര്യം ഓർത്തുകൂടായിരുന്നോ? നമ്മുടെ അപ്പൻ്റെ അത്ര നന്നായിട്ട് വാറ്റുന്ന വേറെ ആരും ഇല്ലെന്നാണ് പറയുന്നത്. ഈ നാട്ടിലെ സകല നാറുകൾ നമ്മുടെ അപ്പൻ്റെ അടുത്ത് മോന്തിയിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്ക് വയ്യാതായപ്പോൾ ഒറ്റ ഓരോന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ വിഷമത്തിൽ തന്നെയാണ് നമ്മുടെ അപ്പം പോയതും. നീയും ആ വഴിക്ക് പോകാതിരിക്കാൻ ഞാനീ പറയുന്നത്. ചേട്ടാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. പൈസ ഉണ്ടാക്കണ ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യണം. കാശുണ്ടാക്കാനാണേലേ വല്ല ബിസിനസ്സും ചെയ്യും. നിങ്ങൾ എന്നാ വർത്താനീ പറയുന്നേ? ബിസിനസ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഗുണം പിടിച്ചിട്ടുണ്ടോ? അല്ലേ തന്നെ എന്നാ ബിസിനസ് ചെയ്യാനാന്നാ? നീ ഒരു കാര്യം ചെയ്യും. നമ്മുടെ ഇവിടെ ഒരു പൈപ്പോ ഫുട്ബോളോ ഒക്കെ മേടിക്കണമെങ്കിലേ ടൗൺ വരെ പോകണം. നീ അതിൻ്റെ ഒരു കട ഇവിടെ ഇട്. എന്ത് ഹാർഡ്വെയർ കടയോ? അതിനൊക്കെ എത്ര രൂപയാവുമെന്ന് ചേട്ടാക്കി വല്ല പിടിയുണ്ടോ? അതുപോലൊരു ബിസിനസ് നമ്മുടെ ഇവിടെ തുടങ്ങണേ ഒരുപാട് കാശാവും. ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. നീ ചിലവോറുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്ക്, എന്നിട്ട് പറയാം പൈസ തരാൻ പറ്റുമല്ലോ എന്ന്. വാടാ, ഇന്നത്തെ പണി ഇതോടെ നിർത്തുക. ഇനി ഒന്ന് കുളിക്കണം. വേറെ വല്ല ഐഡിയയും കിട്ടിയോ? എവിടെ? നീ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ ആലോചിക്ക്. മര്യാദയ്ക്കിരുന്ന് ആലോചിച്ചാൽ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു വരും. നീ എങ്ങനാ വലിക്കുവോ? എനിക്ക് സിഗരറ്റൊന്നും വേണ്ട.
ഇതെന്നതാ നിറച്ചാണോ? ഓ ഉം. ഇതേതാ ഈ വെള്ളം? അത് നമ്മുടെ കൊച്ചാപ്പിയുടെ. പാലം വന്നാൽ പിന്നെ പുള്ളി മാത്രമേ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ. വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കഥ പറയാം. കഥയോ? ഇച്ചിരി പഴയ കഥയാ, നീ കേട്ടിട്ടുണ്ടാവില്ലേ. പണ്ട് ഇവിടെ ഈ കടത്തുണ്ടായിരുന്നപ്പോഴേ എല്ലാവരുടെ കാലം തന്നെ സ്വന്തമായിട്ട് വെള്ളം തോണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരാൾ അക്കരയ്ക്ക് പോകാനായിട്ട് തോണിയായിട്ട് നിൽക്കുമ്പോൾ ഒരു പെണ്ണ് പുള്ളിക്കാരി വന്ന് ഇയാളോട് ചോദിക്കുക, ചേട്ടാ അക്കരയ്ക്കാണ് എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന്. അയാൾ പറഞ്ഞു പിന്നെന്താ കയറിക്കോന്ന്. ഇവർ വെള്ളം എടുത്ത് കുറച്ചങ്ങ് ഇറങ്ങിയപ്പോഴേക്കും കരോട്ടൊന്ന് ഈ തോണിക്കാരൻ്റെ ഒരു കൂട്ടുകാരൻ, നിക്കടാവേ അക്കരയ്ക്കാണെങ്കിൽ ഞാൻ ഉണ്ട് എന്നും പറഞ്ഞ് ഓടി വരുക. വെള്ളം കുറച്ചങ്ങ് മാറിയുള്ളൂ, ഒരു മുട്ടപ്പം വെള്ളം കാണും. ഈ കൂട്ടുകാരൻ ഓടി വന്ന് വെള്ളത്തിലേക്ക് ചാടിക്കയറി. ഇവരിങ്ങനെ തുഴഞ്ഞു കഴിഞ്ഞ് പുഴയുടെ നടുക്കെത്തിയപ്പോൾ ഈ കൂട്ടുകാരൻ തോണിക്കാരനോട് പറയുക, എടാവ എന്നാൽ ഒരു കാര്യം ചെയ്യേ, പങ്കായോ എനിക്കിതാ, നീ ഇവിടെ ഇറങ്ങിക്കോന്ന്. ഇത് കേട്ടവൻ തോണിക്കാരൻ വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടി, എന്നിട്ട് ഇക്കരയ്ക്ക് നീന്തി. ഏ ആ എന്നിട്ട് ഈ കൂട്ടുകാരൻ തുഴഞ്ഞു കഴിഞ്ഞ് പുഴയുടെ ഒരു മുക്കാലെത്തിയപ്പോൾ അവൻ എന്നാ ചെയ്തു, അവൻ പങ്കായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി, എന്നിട്ട് അക്കരയ്ക്ക് നീന്തി. എന്നിട്ട് എന്നിട്ടെന്നാ അവൻ തോണിയും പെണ്ണും കൂടെ ഒഴുകി ഒഴുകി താഴത്തോട്ടങ്ങ് പോയി. അയ്യേ, ഇതെന്ത് കഥ ഇത്? ചില കഥയൊക്കെ എങ്ങനെയാടാ, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, പിന്നീട് ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കേണ്ടതേ നമ്മളിതിലാരാന്നാ, തോണിക്കാരനാണോ അതോ രണ്ടാമത് വന്ന കൂട്ടുകാരനാണോ. ചേട്ടായിക്ക് നാളെ ആ കാശ് ശരിയാക്കി തരാൻ പറ്റുമോ? ഞാൻ നാളെ തിരിച്ചു പോവാ. ഉള്ളത് പറയാലോ, ചേട്ടാ വിചാരിക്കും പോലല്ല കാര്യങ്ങൾ. ഞങ്ങൾ 1-2 ബിസിനസ് ചെയ്ത് പൊളിഞ്ഞതാ. ഒരുപാട് കടങ്ങളുണ്ട്. എനിക്ക് തന്നെ 1.5 ലക്ഷം രൂപ കടമുണ്ട്. ഇത്രയും പെട്ടെന്ന് കൊടുത്തില്ലേ അവർ കേസ് കൊടുക്കും, അത് പണിയാകും. ഞാൻ നേരത്തെ ഒരു കൂട്ടുകൃഷിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതാ ആന്റണിയുടെ കെയർ ഓഫിലുള്ളതാ. അവർക്കിപ്പോൾ എന്തോ പൈസയ്ക്ക് ടൈറ്റ് വന്നിരിക്കുക. നമ്മളിപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 ഇരട്ടിയായിട്ട് തിരിച്ചു തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരത് വാക്ക് തന്നാ അതിന് ഏകദേശം 50,000 രൂപ വേണം. ചേട്ടായിക്ക് പറ്റുമെങ്കിൽ ഈ ഒരു തവണ കൂടി സഹായിക്കുക. അല്ലെങ്കിൽ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ അകത്തു പോവും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം അവർക്ക് കൊടുക്കേണ്ടി വരും. നീ ആയിട്ടുണ്ടാക്കി വെച്ച കടമല്ലേ, സ്ഥലമൊന്നും കൊടുക്കാൻ പറ്റില്ല. കുരുമുളക് കൊടുത്ത വകയിലും പിന്നെ 1-2 മരം കൊടുത്ത വകയിലൊക്കെ ആട്ടെ ഒരു 30,000 രൂപ ബാങ്കിലുണ്ട്. നാളെ തീർക്കാം. അപ്പോൾ ബാക്കിയോ? അത് നമുക്ക് നോക്കാം. നിനക്ക് നാളെ വൈകിട്ട് പോയാൽ പോരെ, രാവിലെ ഞാൻ ആ കാശെടുത്ത് തരാം. ബാക്കിക്ക് നമുക്ക് വേറെ വഴി നോക്കാം.
വൈകിട്ട് നമുക്ക് അടിമാലി വരെ ഒന്ന് പോകണം. എന്തിനാ? ഞാനിപ്പോൾ ഫോണിൽ പേരപ്പനെ വിളിച്ചതേ. പുള്ളി ഒരു 10,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഒരു ആവശ്യത്തിന് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞാണ്ടാ പുള്ളി സമ്മതിച്ചേ. അല്ല, നിനക്ക് വേണമെങ്കിൽ മതി. അല്ല, നമുക്ക് പോവാം. സാധനം കൊള്ളാലോ. എവിടുന്നാ? ഞാൻ ഉണ്ടാക്കിയത്, അല്ലാതെ എവിടുന്ന? നമ്മുടെ അപ്പൻ്റെ അടുത്ത് ഞാനാകെ പിടിച്ച പണി ചെയ്താ. ഇതറിഞ്ഞിട്ടാണ് ചേട്ടാ ഈ കൃഷിയായിട്ട് നടന്നത്. ഉള്ള സമയത്ത് ഇതുണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കി വിടാറുന്നു. ആ, ഇനി അതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളൂ. അതേ ചേട്ടായി, നീ കാര്യം പറ. പേരപ്പം തരാന്ന് പറഞ്ഞാൽ പൈസ ഇന്ന് തന്നെ തരുമോ? ഇന്ന് കിട്ടില്ല, പുള്ളി നാളത്തേക്ക് ശരിയാക്കാന്നാ പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇപ്പം അങ്ങോട്ട് പോകണം. പിന്നെ നാളെ നമ്മൾ ഇത്രയും ദൂരം വന്ന് പൈസ വാങ്ങി തിരിച്ചു പോകാനോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അതുമാത്രമല്ല, നീ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ ആയില്ലേ? ഒരു 5-6 കൊല്ലമായി കാണില്ലേ? ഏയ്, അത്ര ഒന്നും ആയിട്ടില്ല. ഞാൻ മൈസൂർ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നായിരുന്നു. ഒരു 4 കൊല്ലമായി കാണും. അത് തന്നെ, കുറേ കൊല്ലമായല്ലോ. അതെ, ഇത്രയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ഓടുന്നതേ നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നീ ആയിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയല്ലേ. അതെ, ഞാനാണെങ്കിൽ പുള്ളിയോട് പറഞ്ഞിരിക്കുന്നേ പൈസ നിൻ്റെ ഒരു ആവശ്യത്തിനാണ്. പുള്ളി അങ്ങനെ നിന്നെ ചോദിക്കുവാണെങ്കിലേ നീ വല്ല ബിസിനസ്സിനാ പെട്ടെന്നൊരാവശ്യം വന്നോണ്ടാന്നൊക്കെ പറഞ്ഞാൽ മതി. പുള്ളി അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. നീയായിട്ട് പുള്ളിയോട് പൈസ ആരും ചോദിക്കാനാ പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ആ, ചേട്ടേ, നമ്മളിന്നിപ്പോൾ എവിടെ കിടക്കണേ? പേരപ്പൻ്റെ അടുത്തോ അതോ? നമ്മളിന്ന് മേളത്തെ വീട്ടിലാണ് കിടക്കുന്നേ. നീ പേടിക്കണ്ട, പേരപ്പൻ ഇടയ്ക്കൊക്കെ അവിടെ വൃത്തിയാക്കാറുള്ളതാ. പിന്നെ ഞാനും ഇടയ്ക്ക് വന്ന് നിൽക്കാറുള്ളതാ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, പേരപ്പനോട് ആവശ്യത്തിന് മാത്രം മിണ്ടിയാൽ മതി. നീ ആയിട്ട് ആവശ്യമില്ലാതൊന്നും പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ശരി ശരി. പേരപ്പൻ എന്തേ പുറത്ത് പോണ്ടല്ലോ? പേരപ്പൻ എന്നാ പുറത്ത് വെക്കുന്നേ? ആ, ഞാൻ കുറേ മുളക് പറിക്കുമായിരുന്നു. പിന്നെ എന്നോട് വിശേഷമൊക്കെ? കണ്ടില്ലേ, ഇവൻ വന്ന തന്നെ വിശേഷം. പിന്നെ കൊക്കോയൊക്കെ എങ്ങനെയുണ്ട്? തിരക്കേടില്ല, കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിനക്ക് എന്നാ ഉണ്ടോ വിശേഷം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകണം. പേരമ്മ എന്തി? അവളും ചക്രം കൂടെ അവളുടെ വീട്ടിൽ പോയിരിക്കുക, 2 ദിവസം കഴിയും വരെ. എന്നാൽ പിന്നെ ഞങ്ങൾ കയറുന്നില്ല, വെറുതെ പേരപ്പന് പണിയാവാനായിട്ട്. ആ താക്കോലിങ് വന്നേര്, ഞങ്ങൾ മേലോട്ടങ്ങ് പോയേക്കാം. നിങ്ങൾ മുകളിലേക്ക് പൊക്കോ, ഞാൻ പിന്നാലെ താക്കോലുമായിട്ട് വന്നേക്കാം. എന്നാൽ പിന്നെ അങ്ങനെ വാടാ, നമുക്ക് മേലോട്ടാക്കാം. പേരപ്പൻ പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എടാ, അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. നീ പുള്ളിക്കാരൻ വരുന്നുണ്ടോ നോക്കി. പുള്ളീനെ കാണുന്നില്ലല്ലോ.
അല്ല ചേട്ടാ ചോദിച്ചപ്പോൾ തന്നെ എങ്ങനെയാ പുള്ളി പൈസ തരാൻ സമ്മതിച്ചത്? എടാ അത് പേരപ്പം നമ്മളെ എന്തെങ്കിലും ആവശ്യം വിളിക്കുമ്പോൾ ഞാൻ ഓടി വരുന്നതല്ലേ. വേറെ കൊട്ടൻസ് കൂടെ ഉണ്ട്. പുള്ളി താഴെ കുറച്ച് സ്ഥലം മേടിച്ചപ്പോഴേ അവിടെ കൊക്കോയും കാപ്പിയും വെക്കാൻ ഞാനും കൂടിയതാണ്. പിന്നെ നമ്മുടെ പറമ്പിലെ കൊക്കയുടെ ആധാർ എടുത്തോളാം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടേ. എന്നാ താക്കോലെ ഞാൻ ആ പൈസ രാവിലെ ഇഞ്ഞ് എത്തിച്ചേക്കാം. ഓ അത് മതി. ഞാനിത് എടുക്കാൻ പോയതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത്. ഇത് ഞാനുണ്ടാക്കിയതാ. നിന്റെ അപ്പൻ്റെ അത്രയും വരില്ല. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഞങ്ങളിപ്പോൾ കഴിച്ചോളൂ, ഇനിയൊന്നും വേണ്ട. എന്നാൽ ഞാനങ്ങ് ഇറങ്ങിയേക്കാം. ആ നിൽക്ക്, ഓരോ കഴിച്ചിട്ട് പോവാം. എടാ അകത്ത് ഗ്ലാസ് ഇരിപ്പുണ്ട്, അതിങ്ങെടുക്ക്. എടാ വേണ്ട, വീട് അവിടെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. ഞാൻ പോയേക്കുവാ. എടാ രാവിലെ ഞാൻ പൈസയായിട്ട് വന്നോളാം. എടേ നാളെ പൈസ കിട്ടുമ്പോൾ തന്നെ നമുക്കിറങ്ങാം. ഡാ ഒന്ന് വേഗം വാ. ആ വരുവാ. എന്നാ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ കൂടാറുണ്ട്. അത് പുള്ളി അതുകൊണ്ട് വന്നപ്പോൾ എനിക്ക് തോന്നി. ചേട്ടാനെ സമ്മതിക്കണം, അവിടുത്തെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കുന്നില്ലേ? അതെന്നാന്ന് വെച്ചാലേ എനിക്കൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നീയായിട്ട് തോന്നിക്കാതിരുന്നാൽ മതി. ചേട്ടാ എങ്ങനെയാ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നേ? എടാ അതെനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വലിയ ചിലവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട്, ഞാൻ ഹാപ്പിയാ. ഇനി നീ ഹാപ്പി അല്ലാത്ത എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. നീയൊന്നും പൈസയുടെ പുറകെ, നിനക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. നീ അതുകൊണ്ട് എന്തെങ്കിലും ഇടാട ഒപ്പിക്കുന്നല്ലാതെ ഒരു കാര്യമില്ല. നീ എന്നോട് നേരത്തെ ചോദിച്ചില്ലേ എനിക്ക് വാറ്റുണ്ടാക്കി പറ്റിയ പൈസ ഉണ്ടാക്കൂടെ എന്ന്. എടാ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, അതിനർത്ഥം ഞാൻ ഹാപ്പി അല്ലെന്നാ. ഇതാ 10,000 രൂപ. പേരപ്പാ ഞങ്ങളെന്നാ ഇറങ്ങിക്കുവാ. ഉവ്വ. ഇവൻ ഇന്ന് തന്നെ തിരിച്ചു പോകണം. സത്യം പറഞ്ഞാൽ പേരപ്പാൻ വരാൻ വേണ്ടി കാത്തേക്കുമായിരുന്നു ഞങ്ങൾ. താക്കോല്. ആ. നീ ഇനി എന്നത്തേക്കാ വരുന്നേ? എൻ്റെ കാര്യമൊന്നും അറിയത്തില്ല, അവിടെ കുറച്ച് പരിപാടിയുണ്ട് ചെന്നിട്ട്. നീ എങ്ങനെ ഇനി ക്രിസ്മസിന് വരുന്നുണ്ടോ? ഓ ഞാനില്ല, ഞാൻ അടുത്ത മാസം വരാം. ഉവ്വ. പേരപ്പന് നാളെ നല്ല കൊടി കിട്ടുമെന്ന് ആ ചോദിച്ചില്ല. ചോദിച്ചായിരുന്നു. തൊടുകൂടെ കിട്ടും. ഞങ്ങൾ അടുത്തുള്ള ചോദിച്ചാൽ വെച്ചായിരുന്നു, നല്ല മുളകുണ്ടെന്നാ പറഞ്ഞേ. ഇനി അതൊന്നും നോക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതുമായിട്ട് വരാം. ആയിക്കോട്ടെ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കുവാ. അവരൊരു അന്വേഷണം പറഞ്ഞില്ലേ.
വാടാ. വാടാ ഇരിക്ക്. പിന്നെ എന്നാണ്ടാ? ചേട്ടാ എന്നാ ഇങ്ങനെ? ഞാനിപ്പോൾ നീ ഏകദേശം പോലെ ആയില്ലേ? ഇപ്പം ഞാനും അപ്പനെ പോലെ ആടാ. ചേട്ടായി, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടായി ഇങ്ങോട്ട് മാറിയ പിന്നെ ഞാൻ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അവിടെ കുറച്ച് സ്ഥലമൊക്കെ പാട്ടത്തിനെടുത്ത് കപ്പയും വാഴയും വെച്ചായിരുന്നു. എന്തോ അത് ഗുണം പിടിച്ചു. കഴിഞ്ഞ മാസം ഞാൻ നമ്മുടെ വീടും സ്ഥലവും തിരിച്ചു പിടിച്ചു. നീ ഗുണം പിടിച്ചാൽ നിനക്കുള്ളൂ. ചേട്ടാ എങ്ങനെ പറയാല്ലേ? മറ്റേ ആന്റണി എന്നാ പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ചേട്ടനെ കൊണ്ടുപോകാൻ വന്നാ. ഞാനങ്ങോട്ടുമില്ല. ചേട്ടായി അന്ന് പറഞ്ഞ കഥയിൽ ആ രണ്ടാമത് വന്ന കൂട്ടുകാരൻ അത് ഞാനല്ലേ? ഇപ്പൊ പൈസയൊക്കെ ആയില്ലേ? നീ ഹാപ്പിയാണോ? കഴിക്കടാ.